നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണം 389ആയി. 290 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1500ഓളം പേരെ കുറിച്ച് വിവരമില്ല. 33 മലയാളികളും ബന്ധപ്പെടാൻ ശ്രമം തുടരുന്നു. കാണാതായവർക്കായി 3-ാം ദിവസവും തെരച്ചിൽ ഊർജിതം. 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. സോണിയാഗാന്ധിയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിച്ച് പെൻഗ്വിൻ ബുക്സ്. പിന്മാറിയത് ബിലോങ്ങിംഗ് എ ജേർണി ഓഫ് ലവ് എന്ന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ നിന്ന്. നടപടി പുസ്തകത്തിൽ മാറ്റങ്ങൾ വേണമെന്ന ആവശ്യം സോണിയ തള്ളിയതോടെ പുസ്തകം പുറത്തിറങ്ങേണ്ടത് നവംബറിൽ. ശബരിമലയിൽ തിരുവോണ ദിവസം ഭക്തർക്ക് നൽകിയിരുന്ന സദ്യ മുടങ്ങി. കാരണം കരാറുകാർക്ക് നിർദ്ദേശം നൽകുന്നതിലെ വീഴ്ച. സദ്യ നൽകിയത് ജീവനക്കാർക്കും പോലീസുകാർക്കും മാത്രം. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് ബ്രൂണയിലുണ്ടെന്ന വിവരത്തിൽ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. വിവരങ്ങൾ തേടി ഇന്റർപോളിന് ഉടൻ കത്ത് നൽകും. ബ്രൂണയിലുള്ള മലയാളികളോടും വിവരങ്ങൾ തേടും. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജയന്തി ഇന്ന്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റാലികളും സമ്മേളനങ്ങളും നടക്കും. ചെമ്പഴന്തിയിലെ ശ്രീനാരായണ ഗുരു ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം വെള്ളയമ്പലത്തെ അയ്യങ്കാളി പ്രതിമയിൽ മന്ത്രിമാർ പുഷ്പാർച്ചന നടത്തും. കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിശദീകരണ യോഗവുമായി CPIM. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ നാളെ മുതൽ 3 ദിവസം വിശദീകരണ യോഗങ്ങൾ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അമേരിക്കയുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാന ധാരണ തുടരാൻ തയ്യാറെന്ന ഇറാൻ. നിലപാട് ഖത്തർ പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചകൾ പുനരാരംഭിക്കാൻ ധൃതിയില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.